ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. സെബദീ പുത്രന്മാരുടെ അഭ്യർത്ഥന. സെബദീ പുത്രന്മാരുടെ അഭ്യർത്ഥന. അപ്പോൾ സെബദീ പുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരുടെ കൂടെ വന്ന് അവൻ്റെ മുൻപിൽ യാചനപൂർവ്വം പ്രണമിച്ചു. അവൻ അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലത്തുവശത്തും അപരൻ ഇടത്തുവശത്തും ഇരിക്കുന്നതിനു കൽപ്പിക്കണമേ. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എൻ്റെ വലത്തുവശത്തും ഇടത്തുവശത്തും ഇരിക്കുവാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടതു ഞാനല്ല, അത് എൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർ ആ 2 സഹോദരന്മാരോട് അമർഷം തോന്നി. എന്നാൽ യേശു അവരെ അടുത്തു വിളിച്ചു ഇപ്രകാരം പറഞ്ഞു, വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു, സെബദീ പുത്രന്മാരുടെ അമ്മയുടെ യാചന. ഈശോയുടെ വലത്തുവശത്തും ഇടത്തുവശത്തും 2 പുത്രന്മാരെയും ഇരിക്കാൻ അനുവദിക്കണമെന്ന് ആ അമ്മ യേശുവിനോട് യാചിക്കുകയാണ്. അപ്പം ഈശോ പറയുകയാണ്, ഞാൻ കുടിക്കേണ്ട പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുമെന്ന്. ഈശോയുടെ അടുത്തിരിക്കുവാൻ അത്രയ്ക്കും കൊതിച്ചുകൊണ്ടാണ് അവർ വന്നത്. പക്ഷേ ഈശോ പറഞ്ഞു, അതിനുള്ള അവസരം ഞാനല്ല നൽകേണ്ടത്, എൻ്റെ പിതാവാണ് ആരാണ് എൻ്റെ ഇടത്തും വലത്തും നിൽക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. തീരുമാനങ്ങൾ എടുക്കുവാനും അത് നടപ്പിലാക്കുവാൻ എനിക്ക് അധികാരമില്ല, എൻ്റെ പിതാവായ ദൈവത്തിനാണ് അതിൻ്റെ അധികാരമെന്ന്. ഈശോയുടെ ഈ വചനം സെബദീ പുത്രന്മാരുടെ അമ്മ യാചിച്ചതുപോലെ ഈശോയുടെ വലത്തുവശത്തിരിക്കുവാൻ, ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ നമ്മളെയും അനുവദിക്കണമേ. പിതാവിനോട് നമുക്ക് അപേക്ഷിക്കാം, ഈശോയുടെ കൂടെ എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ, ഈശോയുടെ തിരുരക്തത്താൽ കഴുകി എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിച്ച്, എൻ്റെ സഹോദരങ്ങളെ വിശുദ്ധീകരിച്ച് ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ വചനം ഈ അമ്മയുടെ യാചന പോലെ നമ്മൾക്കും ഈശോയോട്, ഈശോയുടെ കാൽവരിയിലെ കുരിശിൻ്റെ ചൂട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് യാചനാപൂർവ്വം പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമീൻ.